കേരളത്തിലെ സമസ്തക്കാരെ ഉത്തരം മുട്ടിക്കുന്ന പരാജയപ്പെടുത്തുന്ന ചോദ്യമുണ്ട്. അള്ളാഹുവോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ സഹാബികൾ റളിയല്ലാഹു അൻഹു പഠിപ്പിക്കാത്തത് കൊണ്ടാണ് സമസ്തക്കാർ പറയുന്ന രീതിയിലുള്ള ഇസ്തിഗാസ, അതായത് മരണപ്പെട്ടവരോടുള്ള സഹായത്തേട്ടം, മദ്ഹബിലെ 4 ഇമാമുകളോ 6 ഹദീസ് ഗ്രന്ഥങ്ങളുടെ ഇമാമുകളോ പഠിപ്പിക്കാതിരുന്നത്. അവരുടെ ആധികാരിക ഗ്രന്ഥങ്ങളിൽ എല്ലാ വിഷയങ്ങളും തലക്കെട്ട് കൊടുത്ത് പഠിപ്പിച്ചിട്ടുണ്ട്. നിസ്കാരം, അതിൻ്റെ ഷർത്തുകൾ, അതിൻ്റെ റുക്കുനുകൾ, ഹജ്ജ്, അതിൻ്റെ വാജിബാത്തുകൾ, അതിൻ്റെ റുക്കുനുകൾ, അതിൻ്റെ ഷർത്തുകൾ, ഇങ്ങനെ ഓരോ വിഷയവും അവർ സുന്നത്ത ഒരു വിഷയം ഒഴിവാക്കിയിട്ടില്ല, എല്ലാം ഇങ്ങനെ തലക്കെട്ട് കൊടുത്ത് പഠിപ്പിച്ചിട്ടുണ്ട്. ആ രീതിയിൽ ഇസ്തിഗാസ, അതിൻ്റെ ഷർത്തുകൾ, അതിൻ്റെ സുന്നത്തുകൾ എന്ന് പറഞ്ഞിട്ട് ഈ ഗ്രന്ഥങ്ങളിലൊന്നും പഠിപ്പിച്ചിട്ടില്ല. ബാറക്കല്ലാഹു ഫീക്കും. സമസ്തക്കാർ ഇസ്തിഗാസക്ക് തെളിവുകൾ കൊണ്ടുവരുമ്പോൾ അവരോട് നിർബന്ധമായും ആവശ്യപ്പെടണം. എന്താ ആവശ്യപ്പെടുന്നത്? സമസ്തക്കാർ പറയുന്ന രീതിയിലുള്ള, അല്ലെങ്കിൽ മരണപ്പെട്ടവരോട് സഹായം തേടുന്ന ആരായിക്കോട്ടെ, അവർ പറയുന്ന രീതിയിലുള്ള ഇസ്തിഗാസ അനുവദനീയമാണ്, സുന്നത്താണ് എന്ന് ഇവർ ഉദ്ധരിക്കുന്ന, സമസ്തക്കാരും ഉദ്ധരിക്കുന്ന തെളിവുകൾ നൽകി, അവർ ഉദ്ധരിക്കുന്ന ആ തെളിവുകൾ നൽകി മദ്ഹബിലെ 4 ഇമാമുകളോ 6 ഹദീസ് ഗ്രന്ഥങ്ങളോ ഇമാമുകളോ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർ ഇസ്തിഗാസ എന്ന തലക്കെട്ട് നൽകി സമസ്തക്കാർ ഉദ്ധരിക്കുന്ന തെളിവുകൾ, അഥവാ അവർ ഉദ്ധരിക്കുന്ന ഒരായത്തെങ്കിലും അല്ലെങ്കിൽ ഒരു ഹദീസെങ്കിലും ഈ 10 ഇമാമുകളിൽ ഒരു ഇമാമെങ്കിലും പഠിപ്പിച്ച തെളിവ് നൽകുക എന്ന് അവരോട് ആവശ്യപ്പെടുക. ബാറക്കല്ലാഹു ഫീക്കും. സമസ്തക്കാർ പറയുന്ന രീതിയിലുള്ള ഇസ്തിഗാസ സുന്നത്തായിരുന്നെങ്കിൽ മദ്ഹബിലെ 4 ഇമാമുകളും 6 ഹദീസ് ഗ്രന്ഥങ്ങളുടെ ഇമാമുകളും നിർബന്ധമായും സമസ്തക്കാർ പറഞ്ഞ തെളിവുകൾ ഉദ്ധരിച്ച് പഠിപ്പിക്കുമായിരുന്നു. അങ്ങനെ അവർ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തെളിവ് നൽകാൻ സമസ്തക്കാരോട് ആവശ്യപ്പെടുക. അവർ ഇത് പഠിപ്പിക്കണം. കാരണം മദ്ഹബിലെ 4 ഇമാമുകളോ നമുക്കറിയാം, ഇമാം ഷാഫി, ഇമാം അബൂ ഹനീഫ, ഇമാം മാലിക്, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ, പിന്നെ 6 ഹദീസ് ഗ്രന്ഥങ്ങൾ, ഇമാം ബുഖാരി, ഇമാം മുസ്ലിം, ഇമാം നസായി, ഇമാം അബൂ ദാവൂദ്, ഇമാം തിർമിദി, ഇബ്നു മാജ റഹിമഹുല്ലാ, 6 ഹദീസ് ഗ്രന്ഥങ്ങളുടെ ഇമാമുകളോ സുന്നത്തായ ഒരു വിഷയവും ഒഴിവാക്കിയിട്ടില്ല. ഇത് അടിസ്ഥാനമാണ്, അല്ലാതെ ഓരോരാളുടെ ബുദ്ധി പറയുന്നതല്ല ദീൻ. അതുകൊണ്ട് ആർക്കും എന്തും പറയാനുള്ള അനുവാദം ഇസ്ലാമിലില്ല. തെളിവുണ്ടോ എന്ന് സമസ്തക്കാരോട് ചോദിക്കുക. ഇത് സമസ്തക്കാരെ ഉത്തരം മുട്ടിക്കുന്ന, പരാജയപ്പെടുത്തുന്ന ചോദ്യമാണ്. ബാറക്കല്ലാഹു ഫീക്കും. തെളിവ് കൊണ്ടുവരാൻ അവർക്ക് സാധിക്കില്ല ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് ഈ ഇസ്തിഗാസ പുത്തൻവാദമാണ്, നരകത്തിലേക്കുള്ള വഴിയാണ്. സമസ്തക്കാർ ഇനി ചിലപ്പോൾ ഇമാം ഷാഫിയോ ഇമാം അബൂ ഹനീഫയോ റഹിമഹുല്ലാ എഴുതി എന്ന് പറയുന്ന ഇസ്തിഗാസ കവിതകൾ കൊണ്ടുവരാം. എന്നാൽ ഇത് അവർ എഴുതിയതാണെന്ന് ലോകത്ത് ആർക്കും തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല, ഇത് അവർ എഴുതിയതാണെങ്കിൽ തീർച്ചയായും അവരുടെ ആധികാരിക ഗ്രന്ഥങ്ങളിൽ തലക്കെട്ട് കൊടുത്ത് ഇസ്തിഗാസ സുന്നത്താണെന്ന് പഠിപ്പിക്കുമായിരുന്നല്ലോ. അതില്ല. അതുകൊണ്ട് ഇതൊരു പുത്തൻ വാദമാണ്. ഇനി അവർ തിരിച്ചു ചോദിക്കും, ഇസ്തിഗാസ ഷിർക്കാണെന്ന് 4 മദ്ഹബിലെ ഇമാമുകൾ പറഞ്ഞിട്ടുണ്ടോ എന്ന്, അല്ലെങ്കിൽ 6 ഹദീസ് ഗ്രന്ഥങ്ങളുടെ ഇമാമുകൾ പറഞ്ഞിട്ടുണ്ടോ എന്ന് അവർ തിരിച്ചിങ്ങോട്ട് ചോദിക്കും. ഇസ്തിഗാസ ഷിർക്കാണെന്ന് 4 മദ്ഹബിലെ ഇമാമുകളുടെ ഗ്രന്ഥങ്ങളിൽ നിന്നും കിട്ടില്ല. കാരണം സമസ്തക്കാർ പറയുന്ന രീതിയിലുള്ള മരണപ്പെട്ടവരോട് തേടുന്നതിന് അതിന് ഇസ്തിഗാസ എന്ന് പറയും എന്ന പേര് മദ്ഹബിലെ ഇമാമുടെ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്നില്ല. ഇങ്ങനെ മരണപ്പെട്ടവരോട് സഹായം തേടുന്നതിന് ഇസ്തിഗാസ എന്നാണ് പറയുക എന്ന പേര് ആ കാലഘട്ടത്തിൽ പറഞ്ഞിട്ടില്ല, ഉപയോഗിച്ചിട്ടില്ല. അന്ന് ഇല്ലാത്ത ഒരു പദത്തെ എങ്ങനെ ഷിർക്കെന്ന് പറയും? മനസ്സിലായല്ലോ. അന്ന് ഈ പദം ഇല്ല. അപ്പം എങ്ങനെ ഇസ്തിഗാസ ഷിർക്കെന്ന് പറയാം? അതുകൊണ്ട് തന്നെ സമസ്തക്കാർക്ക് ഇസ്തിഗാസ സുന്നത്താണ് എന്ന തെളിവുകളും അവരിൽ നിന്ന് കിട്ടില്ല. കാരണം അത് ശേഷം വന്നൊരു പുത്തൻ വാദമാണ്. കാരണം സുന്നത്തായ ഒരു വിഷയവും അവരുടെ ഗ്രന്ഥങ്ങളിൽ ഒഴിവാക്കിയിട്ടില്ല. ഇസ്തിഗാസ സുന്നത്തായിരുന്നെങ്കിൽ നിർബന്ധമായും അവരുടെ ഗ്രന്ഥങ്ങളിൽ ഇസ്തിഗാസ എന്ന തലക്കെട്ട് കൊടുത്ത് പഠിപ്പിക്കും. അതില്ല.
അതുകൊണ്ട് ഇതെന്താണ് ആവർത്തിച്ച് പറയുകയാണ്, ഇത് പുത്തൻ വാദമാണ്, ആ കാലഘട്ടത്തിലില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിൻ്റെ കാലഘട്ടത്തിന് ശേഷമാണ് ഈ ഇമാമുകളുടെ കാലഘട്ടം. മനസ്സിലായില്ലേ? ബാറക്കല്ലാഹു ഫീക്കും. അവരാണ് അവരുടെ ഗ്രന്ഥങ്ങളെല്ലാം പഠിപ്പിച്ചിട്ടുള്ളത്, അതില്ല. ഇനി സാന്ദർഭികമായി പറയട്ടെ, നമ്മൾ ദഅവത്തിന് പോകുമ്പം ഇങ്ങനെ തന്നെയാണ് സമസ്തക്കാർ പഠിപ്പിക്കുന്ന രീതിയിലുള്ള തവസ്സുലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനാഘോഷവും. ഇതൊന്നും ഈ മദ്ഹബുകളുടെ ഇമാമുകളുടെ ഗ്രന്ഥങ്ങളിലോ ഹദീസ് ഇമാമുകളുടെ ഗ്രന്ഥങ്ങളിലോ തലക്കെട്ടുകൊട്ട് പഠിപ്പിച്ചിട്ടില്ല. മൗലൂദ് അതെന്താണ്, അതെങ്ങനെ ചെയ്യും, അതിൻ്റെ കർമ്മങ്ങൾ എങ്ങനെ, ഇങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തവസ്സുലും അവർ പഠിപ്പിക്കുന്ന തവസ്സുലും അവർ പഠിപ്പിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജന്മദിനാഘോഷവും ഇതെല്ലാം പുത്തൻവാദമാണ്, വാദങ്ങളാണ്, നരകം കൊണ്ട്. അതുകൊണ്ട് താക്കീത് ചെയ്തതാണ്. നമുക്കറിയാം, എല്ലാ ബിദ്അത്തും ദുർമാർഗമാണ്. കുല്ലു ബിദ്അത്തിൻ ദലാല കുല്ലു ദലാലത്തിൻ ഫിന്നാർ. എല്ലാ ദുർമാർഗങ്ങളും നരകത്തിലാണ്. അപ്പം ഇതിനെ സാന്ദർഭികമായിട്ട് ഇവിടെ പറഞ്ഞതാണ്. ഇനി ഇസ്തിഗാസ എന്ന് പറയുമ്പോൾ ആളൊരു വിളിയുണ്ട്, മരണപ്പെട്ടവരോട് ഒരു വിളിയുണ്ട്. ആ വിളി ശിർക്കാണെന്ന് സഹാബത്ത് മുതൽ പഠിപ്പിച്ചിട്ടുണ്ട്. ബാറക്കല്ലാഹു ഫീക്കും. അങ്ങനെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, മറ്റ് ഇമാമുകളും പറഞ്ഞിട്ടുണ്ട്. ഇസ്തിഗാസ എന്ന പേര് പിന്നീട് വന്നതാണെങ്കിലും അതുമായി ബന്ധപ്പെട്ട കർമ്മം, ആ വിളി ശിർക്കാണ്. ഈസാ നബി അലൈഹി ഇസ്ലാം ജീവിച്ചിരിപ്പുണ്ട്, പക്ഷെ ഈ ലോകത്തല്ല. അതുകൊണ്ട് തന്നെ സഹായം തേടാൻ പാടില്ല എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പ്രമുഖ താബീ പണ്ഡിതനായ ഇമാം മുജാഹിദ് റഹിമഹുല്ലാഹ് സൂറത്ത് ഇസ്രാ 17-ാം അധ്യായം 56-57 തഫ്സീറിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ മരണപ്പെട്ട പ്രവാചകൻ ഉസൈർ അലൈഹിസ്സലാം, മറിയം അലൈഹിസ്സലാം വിളിക്കരുത് എന്ന് പറയുന്ന തെളിവുകളുമുണ്ട്. അള്ളാഹു പറഞ്ഞു, ഖുൽ ഉദ്ഉ അല്ലദീന സഅംതും മിൻ ദൂനിഹി ഫലാ യംലികൂന കശ്ഫൽ ദുർരി അൻകും വലാ തഹ്വീല. പറയുക, അള്ളാഹുവിന് പുറമെ നിങ്ങൾ ബാധിച്ചവരെ, ഈസ, ഉസൈർ, നിങ്ങൾ വിളിച്ചു കൊള്ളുവിൻ. എന്നാൽ നിങ്ങളിൽ നിന്ന് ഉപദ്രവത്തെ നീക്കി തുറവിയാക്കുവാനാകട്ടെ, സ്ഥിതിമാറ്റം വരുത്താനാകട്ടെ അവർക്ക് സാധ്യമാകുന്നതല്ല. ബാറക്കല്ലാഹു ഫീക്കും. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, ഉലൈകല്ലദീന യദ്ഊന യബ്തഗൂന ഇലാ റബ്ബിഹിമുൽ വസീല അയ്യുഹും അഖ്റബു വയർജൂന റഹ്മതഹു വയഖാഫൂന അദാബഹു ഇന്ന അദാബ റബ്ബിക കാന മഹ്ദൂറ. അവർ വിളിക്കുന്നവരായ അക്കൂട്ടർ തങ്ങളുടെ റബ്ബങ്കിലേക്ക് സമീപന മാർഗം തേടിക്കൊണ്ടിരിക്കുന്നു. അതായത് അവരിൽ അധികം അടുത്തവരേതോ അവർ തന്നെ. അവർ അവൻ്റെ കാരുണ്യം അഭിലഷിക്കുകയും അവൻ്റെ ശിക്ഷ ഭയപ്പെടുകയും ചെയ്യുന്നു. നിശ്ചയമായി നിന്റെ റബ്ബിൻ്റെ ശിക്ഷ ജാഗ്രതയോടെ സൂക്ഷിക്കപ്പെടേണ്ടതാകുന്നു. ഇതാണ് സൂറത്ത് ഇസ്രായേൽ 56-57 വചനം. ഇതിൻ്റെ തഫ്സീറിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, قال الأوفي عن ابن عباس في قوله قل ادعوا الذين زعمتم من دونه فلا يملكون كشف الضر عنكم ولا تحويلا. قال كان أهل الشرك يقولون نعبد الملائكة والمسيح وعزير وهم الذين يدعون يعني الملائكة والمسيح وعزير. ഇബ്നു അബ്ബാസിൽ നിന്ന് അൽ ഔഫി റിപ്പോർട്ട് ചെയ്തു, ഞങ്ങൾ മാലാക്കമാരെയും മസീഹിനെയും ഉസൈറിനെയും, ഉസൈർ അലൈഹിസ്സലാം ശ്രദ്ധിക്കുക, മരണപ്പെട്ടു പോയ പ്രവാചകനാണ്, ആരാധിക്കുന്നു എന്ന് ഷിർക്കിന്റെ ആളുകൾ പറയാറുണ്ടായിരുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, അവർ വിളിക്കുന്നു, അതിനർത്ഥം മാലാഖമാരെയും മസീഹിനെയും ഉസൈറിനെയും അവർ വിളിക്കുന്നു. ഇത് തഫ്സീർ ഇബ്നു കസീറിലും കാണാം, ഈ റിപ്പോർട്ട് തൊബരിയിലും കാണാം. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ അള്ളാഹു അല്ലാത്തവരെ വിളിക്കുന്നത് ആരാധനയാണെന്നും അത് ഷിർക്കാണെന്നും ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെ പ്രസ്താവനയിൽ നിന്ന് വ്യക്തമാണ്, സ്പഷ്ടമാണ്. പ്രമുഖ താബി പണ്ഡിതനായ ഇമാം മുജാഹിദ് റഹിമഹുല്ലയും ഈ ആയത്തിന്റെ തഫ്സീറിൽ ഈസാ അലൈഹിസ്സലാമിനെയും ഉസൈർ അലൈഹിസ്സലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സഹാബാക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിക്കുന്നവരാണ്. ആയത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ അള്ളാഹ് ഇറക്കി കൊടുത്തോ, സുമ്മൈന അലൈന ബയാനഹു, അള്ളാഹ് അത് ബയാൻ ചെയ്യുന്നു, വിശദീകരിക്കുന്നു, വ്യാഖ്യാനിക്കുന്നു, അതിൻ്റെ അർത്ഥങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുന്നു.
ഇത് സൂറത്ത് ഖിയാമിലായത്താണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് പറഞ്ഞു കൊടുക്കുന്നു. ലിതുബയ്യിന ലിന്നാസ്, അള്ളാഹ് എങ്ങനെയാണോ ബയാൻ ചെയ്തത്, എങ്ങനെയാണോ വിശദീകരിച്ചത്, വ്യാഖ്യാനിച്ചത്, എങ്ങനെയാണ് അതിൻ്റെ അർത്ഥം പഠിപ്പിച്ചു കൊടുത്തത്, അതേ രീതിയിൽ അള്ളാഹു സഹാബത്തിന് പറഞ്ഞു കൊടുക്കുന്നു. സഹാബത്ത് അത് താബീങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ അത് ഗ്രന്ഥങ്ങളിൽ സംരക്ഷിക്കപ്പെടുന്നു. അങ്ങനെയാണ് നമുക്കത് ലഭിക്കുന്നത്. അപ്പോൾ ഇവരൊക്കെ വലിയ വലിയ പണ്ഡിതന്മാരാണ്, ഇതൊന്നും തള്ളാൻ പറ്റൂല. ഇവരൊക്കെ വഹീൻ്റെ അടിസ്ഥാനത്തിലാണ് സംസാരിക്കുന്നത്. ബാറക്കല്ലാഹു ഫീക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തതാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തഫ്സീറിൽ പാണ്ഡിത്യം നൽകണമെന്ന്. അതുകൊണ്ട് ഈ ദുനിയാവ് വിട്ടുപോയവരോട്, അവർ ജീവിക്കുന്നവരാകട്ടെ, നമുക്കറിയാം ഈസാ നബി അലൈഹി സ്വലാം എപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്, പക്ഷേ ഈ ദുനിയാവ് വിട്ടുപോയി, അവർ മരണപ്പെട്ടവരാകട്ടെ, പ്രവാചകൻ ഉസൈർ അലൈഹിസ്സലാം വിളിക്കാൻ സഹായത്തേട്ടം പാടില്ല, അത് ഷിർക്കാണ് എന്നത് സഹാബിയായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിന്നും അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ പ്രമുഖ താബി പണ്ഡിതനായ ഇമാം മുജാഹിദിൽ നിന്നുമുള്ള തെളിവാണ്. അള്ളാഹു അല്ലാത്തവരെ വിളിക്കുന്നത് ഷിർക്കാണ് എന്നത് ഇസ്ലാമിൽ തർക്കമില്ലാത്ത വിഷയമാണ്. ഇത് അടിസ്ഥാനമാണ്. അത് അള്ളാഹു അവരുടെ അമലുകൾ സ്വീകരിക്കുകയില്ല. കാലാകാലം നരകത്തിലാണ്, അവർ സ്വർഗം കാണുകയില്ല. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു എല്ലാവർക്കും ഹിദായത്ത് നൽകട്ടെ. ഈ മരണപ്പെട്ടവരോടുള്ള വിളിയെയാണ് സമസ്തക്കാരും അവർക്ക് മുമ്പ് മറ്റ് പുത്തൻ ആശയക്കാരും പിൽക്കാലത്ത് ഇസ്തിഗാസ എന്ന് പേരിട്ടത്. ഈ വിളിയെയാണ് അവർ ഇസ്തിഗാസ എന്ന് പേരിട്ടത്. അതുകൊണ്ട് അവർ പറയുന്ന ഈ ഇസ്തിഗാസ എന്ന മരണപ്പെട്ടവരുള്ള വിളി ഷിർക്കാണ് എന്ന് സഹാബികൾ റളിയല്ലാഹു അൻഹു മുതൽ പഠിപ്പിച്ചതാണ്. അന്ന് ഇസ്തിഗാസ എന്ന ആ പേരില്ലെങ്കിലും ആ വിളി എന്താണ്, ആ കർമ്മം, അവർ ചെയ്യുന്ന ഈ കർമ്മം ഷിർക്കാണ്. അപ്പോൾ ഇത് സഹാബാക്കൾ മുതലേ ഉണ്ട് തെളിവ്, താബീങ്ങളിൽ തെളിവുണ്ട്. അല്ലാതെ സമസ്തക്കാർ ആരോപിക്കുന്നത് പോലെ ഇത് ഇബ്നു തൈമിയുടെയോ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെയോ പുതിയ കണ്ടുപിടുത്തമല്ല. അവർ പറയും മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ഇബ്നു തൈമിയാണ് ആദ്യമായിട്ട് ഇത് പറഞ്ഞത്, ഇസ്തിഗാസ ഷിർക്കാണ്. ബാറക്കല്ലാഹു ഫീക്കും. ഇബ്നു തൈമിയ, മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് എന്നിവർക്ക് മുമ്പ് തന്നെ പണ്ഡിതന്മാർ ആ വിളി ഷിർക്കാണെന്ന് സഹാബികൾ പറഞ്ഞതും താബീങ്ങൾ പറഞ്ഞതും എല്ലാം നമ്മൾ വഹാബികളോ എന്ന ദർസ്, 2 യൂട്യൂബ് ദർസിൽ നമ്മൾ വിശദമായി തന്നെ തെളിവുകൾ ഉദ്ധരിച്ചതാണ്. ബാറക്കല്ലാഹു ഫീക്കും. നമുക്കിവിടെ നിർത്താം. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.